പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഉമേഷ് വരാമൻ. 100 ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സർക്കാർ. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കില്ല. വേനൽ ക്യാമ്പുകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഇന്നു മുതൽ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം ഉച്ചതിരിഞ്ഞ് 3:30. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിതീവ്രമാകാൻ സാധ്യത. വിലയിരുത്തൽ ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ. പ്രതിദിന കേസുകൾ 40,000 മുതൽ 1,00,000 വരെ ഉയരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. സംസ്ഥാനത്ത് രണ്ടാം ഘട്ട കോവിഡ് കൂട്ടപരിശോധന. 3 ലക്ഷം പേരെ പരിശോധിക്കുക ലക്ഷ്യം. രോഗവ്യാപനം കൂടുതലുള്ള പഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും പരിശോധന. പൂർണ്ണ സജ്ജമെന്ന ആരോഗ്യവകുപ്പ്. പരിശോധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ രാത്രികാല കർഫ്യൂവിൽ ഇന്നു മുതൽ കർശന നിയന്ത്രണങ്ങൾ. നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തീരുമാനം. അനാവശ്യമായി നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തേക്ക്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 2,95,041 പുതിയ കേസുകൾ. 2023 മരണം. പുതിയ കേസുകളിൽ 54.7% 5 സംസ്ഥാനങ്ങളിൽ. കോവിഷീൽഡ് വാക്സിന്റെ പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ച് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. കേന്ദ്ര സർക്കാരിന് 150 രൂപ നിരക്കിൽ നൽകും. സംസ്ഥാന സർക്കാരുകൾക്ക് 400 രൂപയും സ്വകാര്യ ആശുപത്രികൾക്ക് 600 രൂപയ്ക്കും വാക്സിൻ. ജീവൻരക്ഷാ മരുന്നായ റെംഡെസിവിറിന്റെ കസ്റ്റംസ് തീരുവ കേന്ദ്രം കുറച്ചു. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം അതിരൂക്ഷം. തിരുവനന്തപുരത്ത് 188 കേന്ദ്രങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് 15 കേന്ദ്രങ്ങൾ മാത്രം. എറണാകുളത്ത് വാക്സിൻ സ്റ്റോക്ക് 2 ദിവസത്തേക്ക് മാത്രം. വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ കോഴിക്കോട് അടിയന്തര യോഗം വിളിച്ച് DMO. മലപ്പുറത്ത് വാക്സിൻ സ്റ്റോക്ക് 1 ദിവസത്തേക്ക് മാത്രം. പത്തനംതിട്ടയിൽ ബാക്കിയുള്ള കേന്ദ്രങ്ങളിൽ അവശേഷിക്കുന്നത് 3500 ഡോസ് വാക്സിൻ. കൊല്ലത്ത് പ്രവർത്തിക്കുന്നത് 3 ക്യാമ്പുകൾ മാത്രം. കോട്ടയം ബേക്കർ സ്കൂളിലെ മെഗാ വാക്സിനേഷൻ ക്യാമ്പിൽ ഇന്നും തർക്കം. ടോക്കൺ നൽകിയത് മുൻഗണനാക്രമം അട്ടിമറിച്ചെന്നു പരാതി. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ്. പാലക്കാടും സാമൂഹ്യകലം പാലിക്കാതെ വാക്സിനേഷൻ ക്യാമ്പ്. മോയൻസ് LP സ്കൂളിലെ വാക്സിനേഷൻ ക്യാമ്പിലെത്തിയത് വൃദ്ധരടക്കം 100 കണക്കിന് ആളുകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകാൻ കൺസ്യൂമർ ഫെഡ്. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഹോം ഡെലിവറി സംവിധാനം നാളെ മുതൽ. KSRTCയുമായി സഹകരിച്ച് മൊബൈൽ ഡെലിവറി വിപുലമാക്കുന്ന വിഷയം പരിഗണിക്കുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റസമ്മതം നടത്തി പ്രതി. കൊലപാതകം മോഷണശ്രമത്തിനിടെയെന്ന് മൊഴി. വസ്ത്രങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞെന്ന് DYSP KA സുരേഷ് ബാബു. പ്രതി അൻവറിനെ ഏറെ നാളായി പരിചയമുണ്ടെന്ന് യുവതിയുടെ സഹോദരൻ. ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ പ്രതി ശ്രമിച്ചെന്നും വെളിപ്പെടുത്തൽ. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊല്ലം ഭാരതിപുരത്ത് 2 വർഷം മുൻപ് കുഴിച്ചുമൂടിയ യുവാവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പരിശോധനയ്ക്കായി പുറത്തെടുത്തു. ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് പോലീസ്. കുറ്റസമ്മതം നടത്തി ഷാജിയുടെ സഹോദരനും ഭാര്യയും അമ്മയും. കായംകുളം വള്ളിക്കുന്നത്തെ അഭിമന്യു കൊലപാതകത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പിടിയിലായത് കായംകുളം സ്വദേശി അരുൺ. ഇതോടെ കേസിൽ അറസ്റ്റായവരുടെ എണ്ണം 5 ആയി. മുട്ടാർപ്പുഴയിലെ വൈകിയുടെ കൊലപാതകത്തിൽ പിതാവ് സനു മോഹന്റെ തെളിവെടുപ്പ് തുടരുന്നു. പ്രതിയെ വാളയാർ അതിർത്തിയിലെത്തിച്ച് തെളിവ് ശേഖരിക്കുന്നു. ഭാര്യയോടൊപ്പമിരുത്തി ചോദ്യം ചെയ്യാനും നീക്കം. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്ന്. കാണികൾ എത്തരുതെന്ന് നിർദ്ദേശം. പൂരവിളംബരം നാളെ. 50 പേർക്ക് മാത്രം ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി. പൂരത്തിനോടനുബന്ധിച്ച് തൃശൂർ താലൂക്കിൽ മറ്റന്നാൾ പൊതു അവധി. പശ്ചിമ ബംഗാളിൽ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ബൂത്തിലെത്തുക 43 മണ്ഡലങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷ വർദ്ധിപ്പിച്ചു. വോട്ടെടുപ്പ് നടക്കുക കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. പശ്ചിമ ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പുകൾ ഒന്നിച്ച് നടത്തുന്നത് പരിഗണിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകർ. സുരക്ഷാ സംവിധാനങ്ങളുടെ വിന്യാസമടക്കം പരിശോധിച്ച് തീരുമാനിക്കാമെന്ന നിർദ്ദേശം. വോട്ടെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. മന്ത്രി ജി സുധാകരനെതിരായ പരാതിക്ക് പിന്നാലെ ആലപ്പുഴ CPIM-ൽ വീണ്ടും വിവാദം.
പാർട്ടിക്കെതിരെ പരോക്ഷ വിമർശനവുമായി യു പ്രതിഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചർച്ചയായതോടെ FB പേജ് ഹാക്ക് ചെയ്തു എന്ന പരാതിയുമായി യു പ്രതിഭ. MLA പിന്തുണയ്ക്കാതെ CPIM ജില്ലാ നേതൃത്വം. മന്ത്രി പരസ്യമായി മാപ്പ് പറയാതെ പരാതി പിൻവലിക്കില്ലെന്ന് പരാതിക്കാരി. വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും നാളെ എന്തു സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. പ്രതികരണം കോവിഡ് സാഹചര്യം ചൂണ്ടിക്കാട്ടിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ. ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസ് സ്വാഗതം ചെയ്തിരുന്നു. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഡെറിക് ഷോവിൻ കുറ്റക്കാരൻ. പ്രതിക്കെതിരെ ചുമത്തിയ 3 കുറ്റങ്ങളും തെളിഞ്ഞെന്ന് കോടതി. 75 വർഷം വരെ തടവ് ലഭിക്കാം. ശിക്ഷാവിധി 8 ആഴ്ചയ്ക്കകം. കോടതി നടപടികൾ വൈറ്റ് ഹൌസിലിരുന്ന് വീക്ഷിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ. കോഴിക്കോട് കടലുണ്ടിക്ക് സമീപം റെയിൽപാളത്തിൽ വിള്ളൽ. നാട്ടുകാർ വിവരമറിയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി. ഒഴിവായത് വൻ അപകടം. ഷൊർണൂർ കോഴിക്കോട് പാതയിൽ റെയിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 560 രൂപ കൂടി 35,880 രൂപയായി. ഗ്രാമിന് ഇന്നത്തെ വില 4,485 രൂപ. മലപ്പുറം ജില്ലയിലെ 7 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലും ഈ മാസം 30 വരെ നിരോധനാജ്ഞ. കൊണ്ടോട്ടി നഗരസഭ, ചീക്കോട്, പുളിക്കൽ, പള്ളിക്കൽ, മൊറയൂർ, ചെറുകാവ്, മംഗലം, പൊരൂർ പഞ്ചായത്തുകളിലാണ് നിരോധനാജ്ഞ. പൊതുസ്ഥലത്ത് 5 പേരിൽ കൂടുതൽ ഒരുമിച്ച് കൂടുന്നതിന് വിലക്ക്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലേക്ക് എറണാകുളം ജില്ല. കഴിഞ്ഞ 4 ദിവസത്തിനിടെ രോഗം ബാധിച്ചത് 8,536 പേർക്ക്. തേവരയിലെ വൃദ്ധസദനത്തിൽ 12 അന്തേവാസികൾക്ക് കോവിഡ്. നിയന്ത്രണം കടുപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ ആശുപത്രികളും സജ്ജമാക്കുന്നു. എറണാകുളത്ത് തടവുകാർക്കിടയിലും കോവിഡ്. കാക്കനാട് ജില്ലാ ജയിലിൽ 16 പേർക്ക് കോവിഡ്. കൂടുതൽ തടവുകാരെ പരിശോധനയ്ക്ക് വിധേയരാക്കി. വാക്സിനേഷൻ നടപടികൾ ഉടൻ. BJP കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. രാഷ്ട്രീയ പരിപാടികൾ നിർത്തിവെക്കും. നഗരങ്ങളും ജില്ലകളും കേന്ദ്രീകരിച്ചുള്ള ഹെൽപ്പ് ഡെസ്ക് നാളെ മുതൽ ആരംഭിക്കുമെന്നും K. സുരേന്ദ്രൻ. വാളയാർ ഉൾപ്പെടെയുള്ള കേരള അതിർത്തികളിൽ കർശന പരിശോധന. ഇ പാസ് ഇല്ലാത്തവരെ ആരെയും അതിർത്തി കടത്തി വിടുന്നില്ല. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ഇ പാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. മുത്തങ്ങയിൽ ഫെസിലിറ്റേഷൻ സെന്റർ ഉടൻ പ്രവർത്തനം തുടങ്ങും. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത് 50 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 1078 ഗ്രാം സ്വർണ്ണ മിശ്രിതം. ദുബായിൽ നിന്നുമെത്തിയ മലപ്പുറം സ്വദേശി നസൂബിൽ പിടിയിൽ. കൊച്ചി തുറമുഖത്ത് സ്വർണം പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കി DRI. മലബാർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്ക് അന്വേഷണം. ഇന്നലെ DRI പിടികൂടിയത് 16.5 കിലോ സ്വർണ്ണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് സൂപ്രണ്ടുമാരടക്കം 14 ഉദ്യോഗസ്ഥർക്കെതിരെ CBI കേസ്. കള്ളക്കടത്തിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. കണ്ടെത്തിയത് വൻ ക്രമക്കേട്. ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ CBI റെയ്ഡ്. അറബിക്കടലിൽ 3000 കോടിയുടെ ലഹരി മരുന്ന് പിടികൂടിയ സംഭവം സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും പരിശോധിക്കുന്നു. പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യാൻ NCBയുടെ അനുമതി തേടി. അന്വേഷണത്തിന്റെ ഭാഗമായി NCB ബംഗളൂരു യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ തുടരുകയാണ്. ഹൗസ് സർജൻസി നീട്ടിയ സർക്കാർ ഉത്തരവിനോട് സഹകരിക്കാതെ മെഡിക്കൽ വിദ്യാർത്ഥികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 200 വിദ്യാർത്ഥികൾ ഡ്യൂട്ടി ബഹിഷ്കരിക്കുന്നു. ഡ്യൂട്ടി സമയം, വേതനം ഇവ സംബന്ധിച്ച നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് ആവശ്യം. ഇന്ത്യയിൽ നിന്നും തിരിച്ചുമുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ബ്രിട്ടൻ. വിലക്ക് ഈ മാസം 24 മുതൽ 30 വരെ. പുനഃക്രമീകരണം, റീഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉടൻ അറിയിക്കുമെന്ന് എയർ ഇന്ത്യ. നോക്കാം ദേശീയ വാർത്തകൾ. ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയുടെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കി. തീരുമാനം കോവിഡ് 2ാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയത് ഈ മാസം അവസാനം നിശ്ചയിച്ചിരുന്ന സന്ദർശനം. വാക്സിൻ ഉദാരവൽക്കരണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. വാക്സിൻ ഉദാരവൽക്കരണം നോട്ട് പിൻവലിക്കലിന് തുല്യമാണെന്നും രാഹുൽ ഗാന്ധി. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. സിറോ സർവേ 2ാം തരംഗത്തിന്റെ സൂചന നൽകിയിട്ടും സർക്കാർ അവഗണിച്ചു. 4 കോടിയോളം ഇന്ത്യക്കാർക്ക് മാത്രമാണ് വാക്സിൻ നൽകിയതെന്നും പ്രിയങ്ക ഗാന്ധി. മധ്യപ്രദേശിലെ ദമോയിൽ ജില്ലാ ആശുപത്രിയിലേക്ക് വന്ന ഓക്സിജൻ സിലിണ്ടറുകൾ കൊള്ളയടിച്ചു. ട്രക്ക് എത്തിയതിനു പിന്നാലെ ആളുകൾ സിലിണ്ടറുകൾ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ.
രജിസ്റ്റർ ചെയ്ത അതിഥി തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചു ഡൽഹി. തൊഴിലാളികളെ സഹായിക്കുന്നതിനായി കമ്മിറ്റികൾ രൂപീകരിച്ചു. ഓരോ അതിഥി തൊഴിലാളികൾക്കും നൽകുക 5000 രൂപ വീതം. ഓക്സിജൻ ക്ഷാമം രൂക്ഷമായ ഡൽഹി GTB ആശുപത്രിയിൽ 2 ഓക്സിജൻ ടാങ്കറുകൾ എത്തി. ഓക്സിജൻ സൗകര്യം ലഭിച്ചത് പുലർച്ചെ 3 മണിയോടെ. കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ ട്വിറ്ററിലൂടെ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന്. ഏപ്രിൽ 4-ന് ഡൽഹിയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് പോയ വിമാനത്തിലെ 53 യാത്രക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ചൈന. വിമാനത്തിലുണ്ടായിരുന്നത് 188 യാത്രക്കാർ. ഹരിയാനയിൽ DRDO 2 കോവിഡ് ആശുപത്രികൾ സജ്ജമാക്കും. പാനിപ്പത്തിലും ഹിസാറിലുമായി 500 കിടക്കകൾ വീതമുള്ള ആശുപത്രികളാണ് ഒരുക്കുന്നത്. ആവശ്യമായ ജീവനക്കാരെ നിയമിക്കണമെന്ന് വെസ്റ്റേൺ കമാൻഡിനോട് ആവശ്യപ്പെട്ട് ഹരിയാന സർക്കാർ. മുൻ ഇന്ത്യ ക്രിക്കറ്റ് താരം MS ധോണിയുടെ മാതാപിതാക്കൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരെ റാഞ്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഓക്സിജന്റെ അളവിൽ വ്യതിയാനമില്ലെന്ന് ആശുപത്രി അധികൃതർ. പശ്ചിമ ബംഗാളിൽ പുതിയ കൊറോണ വൈറസ് വകഭേദം കണ്ടെത്തി. നേരത്തെ US, സ്വിറ്റ്സർലൻഡ്, സിംഗപ്പൂർ, ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ കണ്ടെത്തിയ വകഭേദമാണിത്. നിലവിൽ പുതിയ വകഭേദം പശ്ചിമ ബംഗാളിൽ വർദ്ധിക്കുന്നതായി ശാസ്ത്രജ്ഞർ. കോവാക്സിൻ ഫലപ്രദമെന്ന് ICMR. ഇരട്ട വ്യതിയാനം ഉൾപ്പെടെ വിവിധ വകഭേദങ്ങളിലുള്ള കോവിഡ് വൈറസിന് കോവാക്സിൻ ഫലപ്രദമെന്ന് ICMR. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറമുഖത്ത് വൻ മയക്കുമരുന്ന് വേട്ട. പിടിച്ചെടുത്തത് 400 കിലോ കൊക്കൈൻ. ശ്രീലങ്കയിൽ നിന്ന് എത്തിച്ചതാണെന്ന് പ്രാഥമിക നിഗമനം. പ്രശസ്ത ബംഗാളി കവിയും നിരൂപകനുമായ ശങ്ക ഘോഷ് കോവിഡ് ബാധിച്ചു മരിച്ചു. അന്ത്യം കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. 2011 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. വെള്ളിയാഴ്ച രാത്രി 10 മണി മുതൽ തിങ്കളാഴ്ച രാവിലെ 5 വരെയാണ് നിയന്ത്രണം. ലോക്ഡൌൺ കോവിഡ് 2ാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ. അസമിൽ 3 ONGC ഉദ്യോഗസ്ഥരെ തട്ടിക്കൊണ്ടുപോയി. 2 ജൂനിയർ എഞ്ചിനീയർമാരെയും 1 ജൂനിയർ ടെക്നീഷ്യനെയുമാണ് ആയുധധാരികളുടെ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇവർ സഞ്ചരിച്ച വാഹനം അസം നാഗാലാൻഡ് അതിർത്തിയിൽ ഉപേക്ഷിച്ച നിലയിൽ. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 14,35,00,000 പിന്നിട്ടു. മരണസംഖ്യ 30 ലക്ഷം കടന്നു. 12,19,00,000-ലധികം പേർക്ക് രോഗമുക്തി. കുംഭമേളയിൽ പങ്കെടുത്ത മുൻ നേപ്പാൾ രാജാവ് ജ്ഞാനേന്ദ്ര ഷായ്ക്കും രാജ്ഞി കോമൽ ഷായ്ക്കും കോവിഡ്. രോഗബാധ സ്ഥിരീകരിച്ചത് ഇന്ത്യയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ പരിശോധനയിൽ. സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിൽ. വീണ്ടും വിവാദ പരാമർശവുമായി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക സുരക്ഷിതമാകണമെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള വിലക്കും അഭയാർത്ഥി നിയന്ത്രണങ്ങളും പുനഃസ്ഥാപിക്കണമെന്ന ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. വിവര ചോർച്ചയ്ക്ക് ടിക്ടോക്കിനെതിരെ നടപടി. നിയമവിരുദ്ധമായി ശേഖരിച്ചത് ദശലക്ഷക്കണക്കിന് യൂറോപ്യൻ കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ. നടപടി ലണ്ടൻ ഹൈക്കോടതിയുടേത്. US റഷ്യ ബന്ധം വഷളാകുന്നതിന്റെ പുതിയ സൂചനയായി അംബാസഡറുടെ മടക്കം. റഷ്യയിലെ US അംബാസഡർ ജോൺ സുള്ളിവനാണ് മടങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനാൽ US പ്രതിനിധി രാജ്യം വിടണമെന്ന് നേരത്തെ റഷ്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയയിലെ സ്കൂളുകളിൽ കർശന നിയന്ത്രണങ്ങൾ. വരുന്ന 3 ആഴ്ച കർശന പരിശോധന നടത്തുമെന്ന് അധികൃതർ. ആരോഗ്യരംഗത്തെ ഏകീകരിക്കാനൊരുങ്ങി ന്യൂസിലൻഡ്. 3 വർഷത്തിനകം ജില്ലാ ബോർഡുകൾക്ക് പകരം ഹെൽത്ത് ന്യൂസിലൻഡ് എന്ന പുതിയ വകുപ്പ് സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി ആൻഡ്രൂ ലിറ്റിൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ചു ചേർത്ത കാലാവസ്ഥാ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ഉച്ചകോടി സംഘടിപ്പിക്കുക വെർച്വലായി. ലിസ മൊണാക്കോ US ഡെപ്യൂട്ടി അറ്റോർണി ജനറലായി നിയമിതയായി. അമേരിക്കൻ സെനറ്റിന്റെ തീരുമാനം ഏകകണ്ഠമായി. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താൻ ആഗോള സാമ്പത്തിക പദ്ധതി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്ര സംഘടന. പ്രഖ്യാപനം നടത്തി UN സാമ്പത്തിക പ്രതിനിധി മാർക്കാനി, ജോൺ കെറി എന്നിവർ. നോക്കാം സ്പോർട്സ് വാർത്തകൾ. യൂറോപ്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ഇംഗ്ലീഷ് ക്ലബ്ബുകളായ ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും പിന്മാറി. വ്യാപക വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് പിന്മാറ്റം. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 6 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഡൽഹി 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 45 റൺസ് എടുത്ത ഓപ്പണർ ശിഖർ ധവാൻ ഡൽഹിയുടെ ടോപ്പ് സ്കോറർ.
IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കിങ്സ് 11 പഞ്ചാബിന് ബാറ്റിംഗ്. ടോസ് നേടിയ പഞ്ചാബ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. മത്സരം ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ. സ്പാനിഷ് ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് കാഡിസ് FCയെ നേരിടും. പരിക്കേറ്റ റയൽ പ്രതിരോധ താരം സെർജിയോ റാമോസ് കളിക്കില്ല. ജയിച്ചാൽ റയലിന് അത്ലറ്റിക്കോ മാഡ്രിഡിനെ മറികടന്ന് ലീഗിൽ ഒന്നാമതെത്താം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തരായ ചെൽസിയെ സമനിലയിൽ തളച്ച് ബ്രൈറ്റൺ FC. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിഞ്ഞില്ല. 55 പോയിന്റുമായി ചെൽസി ലീഗിൽ നാലാമത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ വില്ലയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ടോട്ടണം സതാംപ്ടണുമായി ഏറ്റുമുട്ടും. ഇറ്റാലിയൻ ലീഗിൽ ഇന്ന് യുവന്റസ് ഇന്റർ മിലാൻ ടീമുകൾ കളത്തിൽ. യുവന്റസ് പാർമ FCയെ നേരിടും. സ്പെസി FCയാണ് ഇന്റർ മിലാന്റെ എതിരാളി. നോക്കാം ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റി. ടെസ്റ്റുകൾ ഇനി മെയ് 15 ശേഷം മാത്രം. വാഹന ഫിറ്റ്നസ് ടെസ്റ്റുകളും മാറ്റിവെച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് പേരൂർക്കര നെയ്യാറ്റിങ്കര ആശുപത്രികളിൽ കോവിഡ് വാർഡ് തുടങ്ങും. ചികിത്സ ഭക്ഷണം ഉൾപ്പെടെയുള്ള ചെലവുകൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കും. തീരുമാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. കുറഞ്ഞ നിരക്കിൽ RT-PCR പരിശോധനയ്ക്ക് സംവിധാനമൊരുക്കി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. IMAയുടെ തിരുവനന്തപുരം ശാഖ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് കൈത്താങ് എന്ന പേരിൽ. 1700 രൂപയുടെ RT-PCR പരിശോധന 700 രൂപയ്ക്ക് ലഭ്യമാക്കും. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള റെഡ് ക്രോസ് ബിൽഡിംഗിലാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. പുനലൂർ ചെമ്മന്തൂരിൽ ഇന്നലെയുണ്ടായ കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പാലാട്ടുകോണം സ്വദേശി സുരേഷ് വെട്ടുകത്തികൊണ്ട് സനലിനെ വെട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനംവകുപ്പിന്റെ പുതിയ പദ്ധതി. വില്ലുമല വനസംരക്ഷണ സമിതിയുടെ മേൽനോട്ടത്തിലാണ് പദ്ധതി. വനവിഭവ ശേഖരണത്തിനൊപ്പം കരകൗശല ഉൽപ്പന്ന പരിശീലനവും വിപണനവും കേന്ദ്രത്തിൽ ഒരുക്കും. പത്തനംതിട്ട കോട്ടാങ്ങലിൽ SDPI പിന്തുണയിൽ ലഭിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ LDF തീരുമാനം. നടപടി SDPI കൂട്ടുകെട്ടെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ LDFനും BJPക്കും 5 അംഗങ്ങൾ വീതമുള്ള പഞ്ചായത്തിൽ മുൻപ് 2 തവണയും SDPI പിന്തുണ സ്വീകരിക്കാതെ LDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. പത്തനംതിട്ടയിലെ ചുരുളിക്കോടിൽ സ്വകാര്യ ഭൂമിയിൽ അനധികൃത മണ്ണെടുപ്പും പാറപൊട്ടിക്കലും വ്യാപകം. സമീപ പ്രദേശങ്ങളിലെ വീടുകൾ അപകടാവസ്ഥയിൽ. വീട്ടുടമയുടെ പരാതിയിൽ ഖനനം തടഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ. കടമനിട്ട പടയണി ചടങ്ങുകൾ മാത്രമായി നടത്തും. തീരുമാനം രാത്രികാല കർഫ്യൂവിന്റെ പശ്ചാത്തലത്തിൽ. പടയണിക്കളത്തിലേക്കും ക്ഷേത്ര പരിസരത്തേക്കും കാണികൾക്ക് പ്രവേശനമില്ല. 10 ദിവസത്തെ പടയണി ആരംഭിച്ചത് 14-ാം തീയതി. കുട്ടനാട്ടിൽ നെല്ല് സംഭരണം വൈകിയതോടെ കർഷകർ പ്രതിസന്ധിയിൽ. നിരവധി പാടശേഖരങ്ങളിൽ കൊയ്തെടുത്ത നെല്ല് കെട്ടിക്കിടക്കുന്നു. അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്ന് കർഷകർ. കോട്ടയം കോടിമതയിലെയും മാർക്കറ്റിനുള്ളിലെയും ബെവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചു. നടപടി ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ശുചീകരണത്തിന് ശേഷം ഔട്ട്ലെറ്റുകൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കും. വേനൽ മഴയിൽ ഉൽപാദനം കുറഞ്ഞിട്ടും റബ്ബർ വില ഇടിയുന്നതോടെ പ്രതിസന്ധിയിലായി കർഷകർ. 170 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചെങ്കിലും കൃഷിക്കാർക്ക് ലഭിക്കുന്നത് 160-ൽ താഴെ മാത്രം. ടയർ കമ്പനികൾ ഇടപെട്ട് റബ്ബർ വില താഴ്ത്തുന്നുവെന്ന് ആരോപണം. ഇടുക്കി ബോഡിമെഡ് ചെക്ക് പോസ്റ്റിൽ ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിന്റെ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. കയ്യുറകൾ, സ്ട്രിപ്പുകൾ, പഞ്ഞി, മരുന്നുകളുടെ ഒഴിഞ്ഞ ബോട്ടിലുകൾ എന്നിവയാണ് ഉപേക്ഷിച്ചത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇടുക്കിയിൽ തൊഴിലാളിയെ കാണാതായത് കടച്ചലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി ധനശേഖരനെ. തൊഴിലാളികൾക്ക് എസ്റ്റേറ്റ് ക്യാന്റീനിൽ നിന്നും ചായ വാങ്ങാൻ പോയപ്പോഴാണ് കാണാതായത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തി ഉപസമിതി സംഘം. സമിതി ചെയർമാൻ ശരവണകുമാറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. കേരള, തമിഴ്നാട് പ്രതിനിധികളും പരിശോധനയിൽ പങ്കെടുത്തു. എറണാകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ജില്ലാ ഓഫീസർ AS ജോർജിയുടെ പിതാവ് മുട്ടം അരിമാക്കൽ സണ്ണി ഐസക് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം മൂലമറ്റം പള്ളി സെമിത്തേരിയിൽ നടന്നു. എറണാകുളം പെരുമ്പാവൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചത് തണ്ടേക്കാട് സ്വദേശി സഞ്ജു. പരിക്കേറ്റ സഞ്ജുവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ പാലക്കാട് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ച ആരോഗ്യ പ്രവർത്തകരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. സർക്കാർ ഉത്തരവ് നിലനിൽക്കെ പിരിച്ചുവിട്ടത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ച 49 പേരെ. പ്രതിഷേധവുമായി ആശുപത്രി ശുചീകരണ തൊഴിലാളികൾ. CPIഎമ്മിന്റെ മുതിർന്ന നേതാവ് K രാമൻ വൈദ്യർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ദീർഘകാലം തേഞ്ഞിപ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു.
ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസമായിട്ടും സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കാതെ ചമ്രവട്ടം പുഴയോര സ്നേഹപാത ടൂറിസം പാർക്ക് കേടായ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പാർക്ക് തുറക്കാത്തതിന് കാരണം. നിർമ്മാണം പൂർത്തിയാക്കിയത് 6 കോടി രൂപ ചെലവിൽ. മലപ്പുറം നിലമ്പൂരിൽ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. മുണ്ടേരി അപ്പൻകാപ്പ് കോളനിയിലെ മണിലാൽ, ബേബിലാൽ എന്നിവരുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. 9 മണിക്ക് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന വിധം പ്രാർത്ഥനകൾ ക്രമീകരിക്കാൻ മഹല്ല് ജമാഅത്തുകൾ ശ്രദ്ധിക്കണമെന്നും വിശ്വാസികൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും കാന്തപുരം. കോഴിക്കോട് രാമനാട്ടുകരയിൽ അനധികൃത തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ചു. വഴിയാത്രക്കാർക്കും വാഹനയാത്രയ്ക്കും തടസ്സം സൃഷ്ടിക്കുന്ന അനധികൃത തെരുവ് കച്ചവടമാണ് ഒഴിപ്പിച്ചത്. നടപടി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും പോലീസിന്റെയും സഹായത്തോടെ. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി ഭീഷണി. രോഗപകർച്ച തടയാൻ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണമെന്ന നിർദ്ദേശം. കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. നാരായണ നായിക്. കോവിഡ് പ്രതിരോധം ശക്തമാക്കി കേരള കേന്ദ്ര സർവകലാശാല. അക്കാദമിക് കാര്യങ്ങളെ ബാധിക്കാത്ത തരത്തിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. യോഗങ്ങൾ ഓൺലൈനായി നടത്താനും സർവകലാശാല കോവിഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രിയിൽ 150 ബെഡുകൾ ഉടൻ ഒരുക്കും. നടപടി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ 200 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ആശുപത്രിയിൽ ഉള്ളത്. കാസർഗോഡ് പെരിയ ജവഹർ നവോദയ സ്കൂളിലെ 6ാം ക്ലാസ്സിലേക്ക് നടത്താനിരുന്ന പ്രവേശന പരീക്ഷ മാറ്റി. ഈ മാസം 16 നടത്താനിരുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഷാജി കലാസ് ചിത്രം കടുവയിലെ പൃഥ്വിരാജിന്റെ ലുക്ക് പുറത്ത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുണ്ടക്കയത്ത് പുരോഗമിക്കുന്നു. വിവേക് ഒബ്രോയിയാണ് വില്ലൻ റോളിൽ. തെലുങ്കിൽ വില്ലനും നായികയുമായി ഫഗത് ഫാസിലും നസ്രയും. അല്ലു അർജുന നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം പുഷ്പയിലൂടെയാണ് ഫഗത് തെലുങ്കിലേക്ക് എത്തുന്നത്. വിവേക് അത്രയ സംവിധാനം ചെയ്യുന്ന അണ്ടേ സുന്ദരാനികി ചിത്രത്തിലാണ് നസ്രിയ നായികയായി എത്തുന്നത്. ആരാധകർക്കായി പുതിയ വീഡിയോ പങ്കുവച്ച് ദുൽഖർ സൽമാൻ നായകനാവുന്ന ലെഫ്റ്റനന്റ് റാം സിനിമയുടെ അണിയറ പ്രവർത്തകർ. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടെ കോവിഡ് ബാധിച്ച് മരിച്ച പിതാവിന്റെ മൃതദേഹം ദഹിപ്പിക്കാനായി മക്കൾ ചുമന്നുകൊണ്ടുപോകുന്നുവെന്ന പ്രചാരണം വ്യാജം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ക്ഷയരോഗം ബാധിച്ച് മരിച്ച സഞ്ജയ് കുമാറിന്റെ മൃതദേഹമാണ് മക്കൾ ദഹിപ്പിക്കാൻ കൊണ്ടുപോയത്. കോവിഡിന്റെ കാരണം വൈറസ് അല്ല ബാക്ടീരിയയാണെന്ന് ഇറ്റലി കണ്ടെത്തിയെന്ന പ്രചാരണം വ്യാജം. കോവിഡ് ബാധന്റെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ബാക്ടീരിയയാണ് ഇറ്റലിയിലെ ഡോക്ടർമാർ കണ്ടെത്തിയതെന്നാണ് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു കണ്ടെത്തൽ ഇറ്റലി നടത്തിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയത് ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ കേന്ദ്രീകൃത ഓക്സിജൻ വിതരണ ശൃംഖലയൊരുക്കി കൊച്ചി കപ്പൽശാല. തയ്യാറായത് രോഗിയുടെ കിടക്കക്കരികിൽ പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന സംവിധാനം. താലൂക്ക് ആശുപത്രികളായ ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, തൃപ്പൂണിത്തറ, ആലുവ, മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പദ്ധതി. മഹാരാഷ്ട്ര നാസിക്കിലെ ഡോക്ടർ സക്കീർ ഹുസൈൻ ആശുപത്രിയിൽ ഓക്സിജൻ ചോർന്ന് മരിച്ചവരുടെ എണ്ണം 22ആയി. ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയെന്ന് ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ. മരണകാരണം വെന്റിലേറ്ററിന്റെ പ്രവർത്തനം നിലച്ചത്. എറണാകുളം ജില്ലയിൽ ഇതുവരെ 7,40,446 പേർ വാക്സിൻ സ്വീകരിച്ചു. 1,28,129 ആരോഗ്യ പ്രവർത്തകരും 70,579 മുൻനിര പ്രവർത്തകരും വാക്സിൻ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. രാജ്യത്തെ 2ാമത്തെ കോവിഡ് തരംഗവും മോദി നിർമ്മിത ദുരന്തമെന്ന് ആരോപണം. ഫ്രാൻസിൽ അടുത്ത മാസം 2 മുതൽ രാജ്യവ്യാപക കർഫ്യൂ. തീരുമാനം അതിതീവ്ര കോവിഡ് വ്യാപനം കണക്കിലെടുത്ത്.